പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് ജനുവരി 17-ന് കൊടിയേറും. വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ തിരുനാൾ കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജനുവരി 26, 27 തീയതികളിലായാണ് എട്ടാമിടം. കേരളത്തിലെ അതിപുരാതന കത്തോലിക്ക ദേവാലയങ്ങളിലൊന്നാണ് കാഞ്ഞൂർ സെന്റ് മേരീസ് ഫെറോന പള്ളി. പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ജനുവരി 17 മുതൽ 20 വരെയും എട്ടാമിടം ജനുവരി 26, 27 തീയതികളിലുമാണ് ആഘോഷിക്കുന്നത്. തിരുനാളിന് കാഞ്ഞൂർ ഫെറോന പള്ളി വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ കൊടിയേറ്റും. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശക്തൻ തമ്പുരാൻ കാഞ്ഞൂർ പള്ളിക്ക് കാണിക്കയായി സമർപ്പിച്ച ആനവിളക്ക് പള്ളി ചുറ്റി പ്രദക്ഷിണമായി പൊതുജന വണക്കത്തിനായി തൂക്കും. തിരുനാൾ ദിനങ്ങളിൽ വിശുദ്ധ കുർബാന, നൊവേന, ലദീൻ, തൈക്കുടം ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള, ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന എന്നിവയുണ്ടാകും. വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ, തിരുനാൾ കൺവീനർ റോബർട്ട്, പള്ളി കൈക്കാരന്മാരായ ജോസ് പാറയ്ക്ക, ജോസി കോഴിക്കോടൻ, വൈസ് ചെയർമാൻ ഡേവിസ് വരേക്കുളം, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ ജോസഫ് പടയാട്ടി, ജിജു കല്ലുങ്ങ, സെബിൻ പുത്തൻപുരയ്ക്കൽ, ദിബിൻ പാലാട്ടി, പബ്ലിസിറ്റി കൺവീനർ ഔസേബ് ജോഷി, ജോയിന്റ് കൺവീനർ ഡിബിൻ ഡേവിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാഞ്ഞൂർ പള്ളി വളരെ പ്രസിദ്ധിയാർജിച്ചൊരു പള്ളിയാണ്. 11-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷം എന്ന് പറഞ്ഞാൽ AD 1001 സ്ഥാപിതമായ പള്ളിയാണ് കാഞ്ഞൂർ പള്ളി. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ നാമധേയത്തിലാണ് പള്ളി സ്ഥാപിതമായിരിക്കുക. സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി എന്നാണ് അറിയപ്പെടുക. പക്ഷെ പള്ളിയെ വിഖ്യാതമാക്കിയത് അവിടെ ജീവിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സാന്നിധ്യമാണ്. ഓരോ വർഷവും തിരുനാൾ വളരെ കേമമായി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഓരോ വർഷത്തെയും തിരുനാൾ സമാപിക്കുക. ഈ വർഷത്തെ തിരുനാൾ നൊവേന ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം 17-ാം തീയതി മുതൽ 20-ാം തീയതി വരെയും 26, 27 തീയതികളിൽ എട്ടാമിടം തിരുനാളും ആഘോഷിക്കപ്പെടും. ഫെബ്രുവരി 2-ാം തീയതി ഞായറാഴ്ചയാണ് തിരുനാൾ സമാപിക്കുക. തിരുനാളിൽ ജനം മുഴുവനും ഓടിക്കൂടുന്നതിൻ്റെ ഒരു ഉദ്ദേശ്യം വിളികേട്ട പുണ്യവാൻ എന്നാണ് പുണ്യവാൻ അറിയപ്പെടുക. അത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് തന്നെ വന്നത്. അവിടുത്തെ ഒരു പ്രധാന നേർച്ച അമ്പ് എടുത്തു വയ്ക്കലാണ്. വിഖ്യാതമായ 3 പ്രദർശനങ്ങൾ നടക്കുന്ന, ഏഷ്യയിലേക്ക് വെച്ച് ഏറ്റവും വലിയ പ്രദർശനങ്ങൾ നടക്കുന്ന ഒരു ദേവാലയമാണ് കാഞ്ഞൂർ ദേവാലയം. 19-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രദർശനം ഇറങ്ങി 6 മണിക്ക് തിരിച്ചു കയറും. 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രദർശനം ഇറങ്ങി 3 മണിക്ക് തിരിച്ചെത്തും. 2 പ്രദർശനങ്ങളും കൃത്യം 3 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ളതാണ്. ആ സമയം നിഷ്ഠ വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന പ്രദർശനങ്ങളാണ്. ഏകദേശം 500-ലധികം സ്വർണ്ണക്കുരിശും വെള്ളിക്കുരിശുകളും അതുപോലെ തന്നെ 1000-ലധികം മുത്തുക്കുടകളൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന പ്രൗഢഗംഭീരമായ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ അകലേ നിന്ന് പോലും ഒരുപാട് വിശ്വാസികൾ എത്തിച്ചേരാറുണ്ട്. ഇവരൊക്കെ വന്ന് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ഈ തിരുനാൾ ആഘോഷം ഉടനെ ഈ ആഴ്ച തന്നെ അതിന് കൊടി കയറുകയാണ്. 17-ാം തീയതി വെള്ളിയാഴ്ച കൊടി കയറും. പിന്നെ മറ്റ് തിരുക്കർമ്മങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ ചില കലാപരിപാടികൾ പൊതുജനത്തിന് വേണ്ടി അർപ്പിക്കുന്നുണ്ട്. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം വിഭാവനം ചെയ്തത്, കൊണ്ടുവന്നത്. അതിന് അദ്ദേഹത്തിന് ഒരു വെളിച്ചമായി പകർന്നു കൊടുത്തത്, അതിനൊരു താല്പര്യം, ഒരു പ്രചോദനം കിട്ടിയത് വിശുദ്ധ സെബസ്ത്യാനോസിലൂടെയാണ് എന്നുള്ളതാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 10 ലക്ഷം ആൾക്കാർ ഈ വരുന്ന 17-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഉള്ള തിരുക്കർമ്മങ്ങളിലും പുണ്യാളനോടുള്ള സ്നേഹത്തിലും ആദരവിലും 10 ലക്ഷത്തോളം ആൾക്കാർ, ജനങ്ങൾ, വിശ്വാസികൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഗ്രീൻ പ്രോട്ടോക്കോള് അനുസരിച്ച് തന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് തന്നെയാണ് ഇവരെല്ലാവരും, എല്ലാ വിശ്വാസികളെയും കാഞ്ഞൂരിലേക്ക് നമ്മൾ കൊണ്ടുവരാനും അവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും അവർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത്. കാഞ്ഞൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരുനാൾ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല, ഈ തിരുനാൾ ഒരു ഹൈന്ദവ കമ്മ്യൂണിറ്റിയുടെയും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും അങ്ങനെ നാനാജാതി മതസ്ഥരുടെയും കൂടിയുള്ള തിരുനാളാണ്. എല്ലാ പള്ളികളിലും അവരവർക്കുടെ തിരുസ്വരൂപം, അല്ലെങ്കിൽ ഏത് അമ്പലത്തിലായാലും തിരുസ്വരൂപത്തുമൊക്കെ ഒത്തിരി സ്വർണ്ണമാലകളൊക്കെ ചാർത്താറുണ്ട്. കാഞ്ഞൂർ പുണ്യാളനും ഒത്തിരി നേർച്ച കാഴ്ചകളായിട്ടുള്ള സ്വർണ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ തിരുസ്വരൂപത്തിൽ ചാർത്തുന്ന ഒരേ നെക്ലസ്സാണ്, അത് ഒരു മുസ്ലിം സഹോദരൻ കൊടുത്തതാണ്.
ന്യൂസ് ബ്യൂറോ, എറണാകുളം. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട, നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.